यही गाँव में बार बार जुम्बलिका जुम्बलिका जुम्बल जुम्बाले जुम्बलिका जुम्बलिका जुम्बल जुम्बाले जुम्बलिका जुम्बलिका जुम्बल जुम्बाले जुम्बलिका जुम्बलिका जुम्बल जुम्बाले 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 से जाना उसने छुआ तो हम गए काम से या हमको मिली वो तो है आराम से लबों पे प्यार सी हंसी उनके थमे है लबों पे प्यार सी हंसी उनके थमे है जान पे हमारी मगर कैसे बनी है ये शरारत है प्यार की ओ दीवानी शुरू यूं ही होती है प्रेम कहानी सितम पे सितम ढाते हैं वो प्यार भी चढ़ाते हैं वो मोहब्बत में देखो तिरकने लगे हैं कदम दिले गाने लगा जुम्बलिका जुम्बलिका जुम्बल जुम्बाले जुम्बलिका जुम्बलिका जुम्बल जुम्बाले जुम्बलिका जुम्बलिका जुम्बल जुम्बाले जुम्बलिका जुम्बलिका जुम्बल जुम्बाले 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 जुम्बाला 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 जुम्बा जुम्बाला 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 जुम्बा Yellow, 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 कभी देखी नहीं सपने वो आने लगे हालत यह है कि नींदों में हम मुस्कुराने लगे आईना देखो तो वो भी आते हैं नजर उन्हीं की है फिक्र मैं हूँ कुछ से बेखबर कैद में है अब तेरा दिल तो किसी के सोच ले तू क्या क्या होगा आशिकी में सोच के नहीं करते हैं प्यार होने दो जो भी होता है यार ये दिल में उमंगे ये तन में तरंगे लबों पे नमक जुम्बलिका जुम्बलिका जुम्बल जुम्बाले जुम्बलिका जुम्बलिका जुम्बल जुम्बाले जुम्बलिका जुम्बलिका जुम्बल जुम्बाले जुम्बलिका जुम्बलिका जुम्बल जुम्बाले 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 जुम्बलिका जुम्बलिका जुम्बल जुम्बाले ധ്രുവ എന്തോ എങ്ങനെയുണ്ടായി ഡാൻസ് മസ്തി റൗണ്ട് പെട്ടെന്ന് ഇങ്ങനെ കൊളായിരുന്നെന്ന് കൊള്ളായിരുന്നു കൊള്ളായിരുന്നു. ആ പെട്ടെന്ന് ഇങ്ങനെ ഒരു റൗണ്ട് വരുന്നപ്പോ ഭയങ്കര കൺഫ്യൂഷൻ ആയോ ഏത് പാട്ടെടുക്കും ഡാൻസ് കളിക്കേണ്ട പാട്ടല്ലേ വേണ്ടെന്നൊക്കെ ഉള്ള കൺഫ്യൂഷൻ ഉണ്ടായാ കുറച്ച് ഇന്ന് ഞങ്ങളുടെ ധ്രുവമോക്ക് ഇത്തിരി എനർജി കുറവുണ്ടായാ പാട്ടില് കോൺസെൻട്രേറ്റ് ചെയ്താ കുറച്ചുകൂടെ അങ്ങനില്ല അങ്ങനെ ഉണ്ട് ഇല്ലേ നമ്മുടെ ധ്രുവമോൾക്ക് ഇന്ന് ഇച്ചിരി എനർജി കുറവായിരുന്നു. അല്ല അവള് എൻഡില് ഇവിടെ വരാന്ന് വിചാരിച്ചു അത് പക്ഷെ നടന്നില്ല. എന്തോ ആയി അല്ല അവര് അതൊന്നും അല്ല അത് എന്റെ ഇങ്ങനല്ല കണ്ണാടിയുടെ പുറകെ പോയി നിന്നല്ലായിരുന്നു. പിന്നെ അവിടെ പോയി കുറെ നേരം തിരിഞ്ഞു നിന്നപ്പോ കുഞ്ഞിന് തോന്നി എന്റെ പുറകെ പോവാൻ എന്റെ പുറകെ പോയി നിന്ന്. ഓക്കെ ധ്രുവ നമുക്ക് ചോദിക്കാം. ചോയ്. അൻ ചേച്ചി ധ്രുവ എന്തോ യു ആർ ദ ക്യൂട്ടസ്റ്റ്. ഓക്കെ
വളരെ ക്യൂട്ടാണ് കേട്ടോ. താങ്ക് യു മാം. ഞാൻ പറഞ്ഞല്ലേ എനിക്ക് ആ ഉത്തരേന്റെ ഒരുപാട് ഓർമ്മ വരുന്നു ഉണ്ണികൃഷ്ണന്റെ മോളിലെ. അങ്ങനെ തന്നെയാണ്, വളരെ ക്യൂട്ടാണ്. ചില കാര്യങ്ങൾ അസാധ്യമായി നീ ക്യൂട്ടായിട്ട് ചെയ്തു, അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ, പാട്ട് കൊള്ളാം. എനിക്ക് എന്ത് ചെയ്താലും ആദ്യം ഈ അനുപല്ലവി ചരണത്തിന്റെ തുടക്കമാണ് നമുക്ക് കേൾക്കുന്നില്ല. അതല്ലാതെ ഈ പല്ലവിയൊക്കെ അതൊക്കെ എന്ത് രസം ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി. ഓക്കെ, താങ്ക് യു മാം. നല്ല ട്രൈ ആണ്. പക്ഷെ എനിക്ക് തോന്നി മോൾ ഒരു ഹാഫ് ഹാർട്ടഡ് അറ്റംപ്റ്റ് ആയിരുന്നു എന്ന്. ഇത് ചെയ്യണം, ഇത് വേണോ വേണ്ട, അങ്ങനെ അത് ഇങ്ങനെ വരും. പിന്നെ ഇത് എടുത്തു ഈ സ്റ്റിക്ക്, പിന്നെ അയ്യോ ഇത് ഇങ്ങനെ ചെയ്താൽ ശ്രുതി ഇങ്ങനെ പോവോ, പിന്നെ സ്റ്റിക്ക് കുറെ നേരം ചെവിയായിട്ട് അടിച്ച് പിടിച്ചിരുന്നു. പിന്നെ ഇവിടെ ആദ്യം ഫ്രണ്ടിൽ വന്നു, എന്തൊക്കെ ചെയ്യണം എന്തോ വിചാരിച്ചു, പക്ഷെ അയ്യോ വേണ്ട, വീണ്ടും തിരിച്ചു പോയി. പിന്നെ ഇവിടെ പോണോ അല്ലെങ്കിൽ അവിടെ പോണോ, ഇങ്ങനെ ഒരുപാട് എന്തോ ഒരു കൺഫ്യൂഷൻ ആയിരുന്നു. ഒരു കൺവിക്ഷൻ ഇല്ലാതെ എന്ന് വെച്ചാൽ ഇത് തന്നെ ചെയ്യണം, അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും ചെയ്യണം, അങ്ങനെ ഒരു ഡിസിഷൻ ഇല്ലായ്മ. അത് അങ്ങനെ തോന്നി എനിക്ക്. അങ്ങനെയാണോ? കൊച്ചിനെ കണ്ടറിഞ്ഞൂടെ? അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ അങ്ങനെ തോന്നിപ്പോയി. പക്ഷെ ഈ റൗണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങളിങ്ങനെ ഡാൻസ് ചെയ്യണം, നല്ലോണം പെർഫോം ചെയ്യണം, അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഫുൾ എനർജിയോട് ചെയ്യണം. ചെയ്യണ്ടെന്ന് വെച്ചാൽ അപ്പോൾ നല്ലോണം പാടണം. ഇത് പാട്ടും ഇവിടെ കൺഫ്യൂഷൻ, അവിടെ ഡാൻസും കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യും? പാവല്ലേ നിങ്ങൾ. അത് പോട്ടെ, എന്നാലും ഇറ്റ് വാസ് വെരി ക്യൂട്ട് യുവർ പെർഫോമൻസ് ആസ് സച്ച്. അതിൻ്റെ പാട്ടിൻ്റെ ഒരു അങ്ങനെ എൻ്റെ ഇടയ്ക്ക് ഒരു ടോണ്. പിന്നെ താങ്ക് യു കോറസ് ഗ്രൂപ്പ്, താങ്ക് യു വെരി മച്ച്. നല്ല സപ്പോർട്ടായിരുന്നു. പക്ഷെ ഇതാണ് എനിക്ക് കുറച്ച് കൂടി ഒരു ഫുൾ ഹാർട്ടോട് ഇത് ചെയ്യാമായിരുന്നു അല്ലേ? അപ്പോൾ പിന്നെ പാട്ടിൻ്റെ കാര്യം ഓക്കെ, അത് ചെയ്തില്ല. പാട്ടെങ്കിലും അനുപല്ലവി ആ തുടക്കം എന്തുകൊണ്ടാണ് അത്രയും സോഫ്റ്റായി? ഒന്ന് ഒരു അനുപല്ലവി ഒന്ന് എന്തെങ്കിലും പാടി കേൾപ്പിക്കാമോ? മക്കളെ അനുപല്ലവി ചരണവും തുടക്കം കേൾക്കുന്നതേ ഇല്ല, എന്താ വാക്കെന്ന് പോലും. ഒരുപാട് ഡാൻസ് ചെയ്തു, ഓക്കെ, ശ്വാസം കിട്ടിയില്ല, അതുകൊണ്ടായി, അങ്ങനെയൊന്നും ആയില്ലല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ശ്രമിക്കാമല്ലേ? അതെ, അല്ലേ? അതല്ലേ? എന്നാലും കുറച്ച് റേഞ്ചിലോ ഒന്ന് ഇത് കൂട്ടി ഒരു ടോൺ കൂട്ടിയാൽ. आँखों से जा उसने छुआ, दो हम गए काम से, बेजानियाँ हमको मिली, वो तो है आराम से, लबों पे प्यार सी हंसी उनके थमे है. ഇതിന്റെ ഹൈ നോട്ട് അതാണല്ലേ ഹൈ നോട്ട്? ये प्यार की ओ दीवानी, ഇതെന്റെ ലോ അല്ലേ പാടണേ? शुरू यूं ही होती है प्रेम कहानी, सितम पे सितम ढाते हैं वो, प्यार भी चढ़ाते हैं वो, मोहब्बत में देखो तिरकने लगे कदम. ഇത് ഹൈ ആണോ മോൾക്ക്? അല്ല. അപ്പൊ ഒരു ടോൺ കൂടി ഒന്ന് വെക്ക. ഇത് കൂട്ടി അവസാനം കൊച്ചു അന്തരീക്ഷത്തിലാവും. ബിക്കോസ് അത് താഴെ ഏത് നോട്ട് ഒന്നും കേൾക്കാൻ വയ്യ, ഒന്നും പ്രസൻസേ ഇല്ല മോളെ താഴെ പാടുമ്പോ. आँखों से जा उसने छुआ, दो हम गए काम से, बेजानियाँ हमको मिली, वो तो है आराम से, लबों पे प्यार सी हंसी उनके थमे है, लबों पे प्यार सी हंसी उनके थमे है, जान पे हमारी मगर कैसे बनी है ये शरारत, है प्यार की ओ दीवानी. Much better. शुरू यूं ही होती है प्रेम कहानी, सितम पे सितम ढाते हैं वो, प्यार भी चढ़ाते हैं वो, मोहब्बत में देखो तिरकने लगे कदम, दिल ये गाने लगा.
ജുംബലക്ക ജുംബലക ജുംബലക ജുംബല ജുംബാലേ ജുംബലക ജുംബലക ജുംബല ജുംബാലേ ജുംബലക ജുംബലക ജുംബല ജുംബാലേ ജുംബലക ജുംബലക ജുംബല ജുംബാലേ 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 ജുംബാലേ. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി പിച്ച് കൂട്ടി പാടാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. ബിക്കോസ് കുറച്ച് ഒരു നല്ല ബ്രൈറ്റ്നെസ് കിട്ടി വോയിസിൽ. അല്ലെങ്കിൽ എല്ലാം കുറച്ചൊന്നൊരു ഫേഡ്. ഇതൊരു മസ്തി ഗാനല്ലേ, അപ്പോൾ കുറച്ചുകൂടി ബ്രൈറ്റായി പാടിയാൽ നമുക്കത് ഇമ്പാക്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി. ഓക്കെ, അപ്പോൾ ബിക്കോസ് അത് ആ ഒരു സ്ഥലം മാത്രമല്ലേ, അത് മോൾക്ക് കിട്ടിയിപ്പോ പാടിയപ്പോ അല്ലേ? അല്ലെങ്കിൽ ആഘോ അത് അവിടെ പോയി, അത് നമ്മൾ എവിടെ നിന്ന് എടുക്കാവനാ അല്ലേ? പിന്നെ ഡാൻസ് ഇനി നെക്സ്റ്റ് റൗണ്ട് വരുമ്പോൾ കുറച്ചുകൂടി ഒന്ന് ഫുൾ ഹാർട്ടഡ് ആയിട്ട് ശ്രമിക്കണം. യാ, ബിക്കോസ് യു ഡാൻസ് വെൽ. വളരെ ക്യൂട്ടായിരുന്നു സ്റ്റെപ്സ് ഒക്കെ അല്ലേ? ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മോൾ. ഷാനിക്ക ധ്രുവമോളെ എന്തോ എന്ത് പറ്റി? ഞങ്ങളിവിടെ എനർജറ്റിക് വൈബ്രന്റ് എന്നൊക്കെ പറഞ്ഞു. അതെ, എനർജറ്റിക് വൈബ്രന്റ് എന്നൊക്കെ പറഞ്ഞ് ഒരു ഉഗ്രൻ ട്രെയിലറൊക്കെ പാറു തന്നിട്ട് സിനിമ അത്ര അങ്ങോട്ട് ശരിയായില്ലല്ലോ. സ്റ്റെപ്പ് വല്ലതും മറന്നോ? ആ, നമുക്കിതൊക്കെ മനസ്സിലാവുന്നുണ്ടെന്ന്. ഡാൻസർ അല്ലേ അവര്? ശരത്സാന നേടപ്പോ നടുവേദന. അല്ലെ, അത് ഭയങ്കര ഒച്ചയത് നിലവിളി അടുത്തിരുന്നിട്ട് കുറച്ചതാണ്. സ്റ്റെപ്പ് മറന്നു എന്നൊക്കെ ഉള്ളതെല്ലാം ആ മുഖത്തുണ്ടായിരുന്നു ധ്രുവയുടെ. പിന്നെ ഇപ്പം മാം പിച്ച് കൂട്ടിയിട്ട് പാടിപ്പിച്ചില്ല, അത് ഭയങ്കര രസമുണ്ടായിരുന്നു, ഭയങ്കര പ്രസൻസ് ഉണ്ടായിരുന്നു, അത് ആവാമായിരുന്നു. ഓക്കെ, അപ്പം എന്താണെന്നറിയാം മോളെ, ആ ഒറ്റ നോട്ട് ഹിറ്റ് ചെയ്യുമെന്നുള്ള ഒരൊറ്റ ടെൻഷനിലാണ് ഫുൾ സോങ് മോള് താഴ്ത്തിയിട്ട് പാടിയത്. അപ്പം ആ ഒരു പവർ നമ്മൾ കിട്ടുന്നില്ല, ഒരു ഗുമ്മിൻ്റെ ഒരു കുറവ്. പിന്നെ അതുപോലെ മോളെ ഡിക്ഷൻ ശരിക്കും ഹിന്ദി ഡിക്ഷൻ ശരിക്കും നോക്കണം കേട്ടോ മോളെ. മോള് ഫസ്റ്റ് തന്നെ അവിടുന്ന് മസ്കി ബാത്ത് സുനും, മസ്കി ബാത്ത് അല്ല മസേക്കി ബാത്ത് കേട്ടോ. അതുപോലെ ഒരുപാട് സ്ഥലങ്ങൾ, ബേച്ചാനിയ എന്നാണ് മോള് വേറെ എന്തൊക്കെയാ പാടിയത്, ബേജാനിയ എന്നോ അങ്ങനെ എന്തോ പാടിയത്. അതുപോലെ ആങ്കോ, അത് കറക്റ്റ് ആയിട്ട് വരണം. പെഹലെ, ബേഖബർ പെഹലയൊന്നും കേട്ടിട്ടേ ഇല്ല. പെഹല കേട്ടിട്ടില്ല, അതുകൊണ്ട് എന്താ പാടിയെന്ന് അറിയില്ല. അല്ല, ഞാൻ വരയിട്ട് വെച്ചത് അത് കേൾക്കാത്തോണ്ടാ, അതിനെ വരയിട്ട് വെച്ചത്. അതുപോലെ ബേഖബർ, അങ്ങനെ കുറേ ഭാഗങ്ങളുടെ ഡിക്ഷൻ മോള് ഒന്ന് ശ്രദ്ധിക്കണമായിരുന്നു. പിന്നെ ഓഫ്കോഴ്സ് ഇതിപ്പം സത്യം പറയട്ടെ, ഇത് ആക്ച്വലി ഒരു ഡാൻസ് മസ്തി റൗണ്ട് പോലെയൊന്നും ഫീൽ ചെയ്തില്ല. ഇതൊരു നമ്മൾ സാധാരണ ഒരു പെർഫോമൻസ് റൗണ്ടിലൊക്കെ പിന്നെ കണ്ടസ്റ്റൻസ് വന്നിട്ട് വിത്ത് ഡാൻസ് ചെയ്യുമല്ലോ, ഇത് അതുപോലെ ഒക്കെ തോന്നി. പക്ഷെ ഒരു ഡാൻസ് മസ്തി എന്ന് പറയുന്ന ഒരു സംഭവത്തിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ചോദ്യമാണ്. ബാക്കി ഞാൻ പറയില്ല, എനിക്ക് അത് കുറച്ചുകൂടെ ഹൈ ആയിരുന്നെങ്കിൽ നല്ലതായിരുന്നു മോളെ. അത്രേ ഉള്ളൂ. ഓൾ ദി ബെസ്റ്റ്. മക്കളെ, എന്തോ ധ്രുവേ, ഈ മക്കള് വരുമ്പോഴേ ശരത്തേശൻ എങ്ങനെ ഡാൻസ് ചെയ്യണമെന്ന് പറഞ്ഞു തരും കേട്ടോ. പാട്ട് മാത്രമല്ല, ഇതിനെ ഇവിടുന്ന് വലിച്ചെറിയും. പിന്നെ ഇഷ്ടപ്പെടും. അല്ലേ അനു പേശാൻ പറ. എന്താ ചേച്ചി സംസാരിച്ചോണ്ടല്ലേ ഷാനിക്കയുടെ ഡാൻസ് കാണാൻ പറ്റേ? അത് കൊള്ളായിരുന്നു. എന്നെ വിളിക്കരുത്, പാവറായിരിക്കും. മക്കളെ, ധ്രുവേ, അല്ല ജസ്റ്റ് വെറുതെ പറഞ്ഞ പോലെ നമ്മളൊരു പെർഫോമൻസിന് വെച്ചാൽ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണമെങ്കിൽ എങ്ങനെ ചെയ്യണം. ഞാൻ ഡാൻസിനെ പറ്റി പറയത്തതേ ഇല്ല. ഞാൻ ഡാൻസിന്റെ ആളല്ല മക്കളെ, കേട്ടോ മക്കളെ. അത് എനിക്ക് തോന്നി ഇപ്പം മോള് വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ആഹാ ഇപ്പോൾ ഒരു ഇടിവെട്ടൈറ്റ് അങ്ങോട്ട് വരും, നമ്മൾ ഇടിവെട്ട് കൊണ്ട് ചാവും വിചാരിച്ചായിരിക്കുന്നു. ഒന്നും സംഭവിച്ചില്ല. അത് മോൾക്ക് മൊത്തത്തിലൊരു സംശയത്തിന്റെ നിഴലിലായിരുന്നു. അതിൻ്റെ കൂടെ അപ്പുറത്ത് ആ കണ്ണാടിയുടെ അപ്പുറത്ത് പോയപ്പോൾ യഥാർത്ഥമായിട്ട് നിഴല് മുഖത്ത്. അതാനൊന്നും മുഖം കാണാൻ പറ്റത്തില്ല, എത്ര ക്യാമറ. ഞാൻ അറിയിച്ചു കൊച്ചിന് എന്ത് പറ്റി, നമ്മളെ അവിടെ കാണുന്നുണ്ടോ കുഞ്ഞ്. മോളെ, അത് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ മോളിൽ നിന്ന് പ്രതീക്ഷിച്ചത് കിട്ടിയില്ല. എനിക്കത് അങ്ങനെ ആ ഫീൽ ചെയ്ത് മോളെ. അത് പാട്ടാണെങ്കിൽ ഇപ്പോൾ ഈ അനുപല്ലവി ചരണവും തുടങ്ങുന്ന കേൾക്കാനേ വയ്യ. ഇപ്പം അനു ഇങ്ങനെ കൂട്ടെന്നുള്ള ശ്രുതിയെല്ലാം കൂട്ടി അവിടെ കൊണ്ട് എന്നിട്ട് ഒറിജിനലിൽ എത്തിയിട്ടില്ല. അപ്പോഴേ കുറച്ചെങ്കിലും നമുക്ക് ഇതായിരുന്നല്ലേ എന്ന് ഫീൽ ചെയ്തത്. അപ്പം അത് മക്കളെ നോക്കണോടാ.
ഇപ്പം ഷാൻ പറഞ്ഞ ഒരു കാര്യത്തിനോട് ഞാൻ യോജിക്കുന്നുണ്ട്, വേറെ ഒന്നിനോട് ഞാൻ യോജിക്കത്തില്ല. മോളെ ഒരു സ്ഥലം കിട്ടുന്നില്ലെന്ന് പറഞ്ഞാൽ ബാക്കി എല്ലാം അങ്ങ് കുളവാക്കരുത് മക്കളെ. അത് കിട്ടുന്നേ കിട്ടട്ടെ. ഇപ്പം അവിടെ മേളിൽ പാടുമ്പോൾ ഒരു വെള്ളി അടിച്ചോ, അത് ജീവിതം ഒന്നും അവസാനിക്കത്തില്ല മോളെ. നമ്മുടെ ആയുസ് കുറയത്തില്ല. കാരണം ഒരു വെള്ളിക്ക് എനിക്കറിഞ്ഞ് 3 വയസ്സ് നമുക്ക് കൂടുതൽ കിട്ടും ആയുസിൽ. പക്ഷെ ആ പാട്ട് മുഴുവൻ നല്ല ഇമ്പാക്റ്റോട് വരുന്നുണ്ട് അല്ലേ മക്കള്? കാര്യം നല്ലൊരു പാട്ടുകാരിയാണ് കുഞ്ഞ്. മോള് പാടുന്ന എന്ത് രസമാണ് കേൾക്കാൻ. ചില ഏരിയ ഒക്കെ ബ്യൂട്ടിഫുൾ ആയിരുന്നു മോളെ, കേട്ടോ, അതും പറയാം. പക്ഷെ എനിക്കത് മൊത്തമായിട്ടുള്ള ആ ഒരു ഷാൻ മസ്തി കിട്ടിയില്ല. ഒരു ഗുമ്മില്ല. ആ ഒരു ഗും കുറച്ചും കൂടെ ഉണ്ടെങ്കിൽ അതപ്പോൾ നമുക്ക് എന്ന് പറഞ്ഞിരിക്കും. അതിവിടെ കിട്ടണ്ടേ. അങ്ങനെ കോട്ട് വഴിക്കരുത്. നമ്മൾ അവിടെ തോന്നുന്നത് ഇംപ്രവൈസ് ചെയ്യാം, പക്ഷെ അത് നന്നായിരിക്കണം. ഇവിടെ വന്നിട്ട് പാതി വഴിക്കും മറ്റേ പട്ടിയെ കണ്ടിട്ട് തിരിച്ചു ഓടിയ പോലെ പോരുത്, കേട്ടോ. ഇവിടെ വന്നപ്പോൾ ഒരു പേപ്പട്ടി അങ്ങോട്ട്, അങ്ങനല്ല, കുറച്ചും കൂടെ ഗുമ്പരണം. മോള് നീ ചെയ്തതുകൊണ്ടാണ്. ഇപ്പം വേറെ ആരായിരുന്നെങ്കിലും ഇത് നന്നായേനെ. ഇപ്പം ധ്രുവ വരുമ്പോൾ നമ്മൾ കുറേയും കൂടെ പ്രതീക്ഷിക്കും മക്കളെ. അതാണ് കേട്ടോ. അപ്പം അത് ശരിയാക്കുമല്ലോ. ആ ബാക്കിയൊന്നും കുഴപ്പമില്ല. ലവ് യു മുത്തേ. I love you too. ഓക്കെ, താങ്ക് യു ശരത് സർ. ധ്രുവ, ഇനി നമുക്ക് മാർക്ക് ചോദിക്കാം. ഷാൻ മസ്തി. ധ്രുവ, എന്തോ ഇനി നമ്മൾ പ്രോ ആവാനുള്ള സമയമായി കേട്ടോ. അടുത്താണ് ശരിയാക്കാം. ഗുഡ് വെരി ഗുഡ്. വലിയൊരു കൈ കൊടുത്തേ നോക്ക്. അങ്ങനെ അത് ഫുൾ കോൺഫിഡൻസിൽ അങ്ങനെ പറഞ്ഞതുകൊണ്ട് എൻ്റെ മനസ്സിലെ മാർക്ക് 8 ആയിരുന്നു. I'll give you 8.1. ഭയങ്കര കൂട്ടി തന്നു, കുറെ കൂടിപ്പോയി. കുറച്ച് കഴിയുമ്പോ ഈ 0.1-ലൊക്കെയാണ് തീരുമാനങ്ങളൊക്കെ മാറുന്നത്. നോട്ട് ദാറ്റ് പോയിന്റ്. മക്കളെ ചക്കരെ, എന്തോ നിന്റെ വാക്കിനെ വിശ്വസിച്ച് ഞാൻ 8.2 തരുന്നു. താങ്ക് യു ശരത് സർ. സോ ടോട്ടൽ 16.3. ഇത് പോരാ നമുക്ക്. അപ്പൊ അടുത്ത തവണ ഞങ്ങളുടെ പഴയ ധ്രുവായിട്ട് തിരിച്ചു തരാം, ഫുൾ എനർജി വൈബ്രന്റ് ആയിട്ട്. അപ്പൊ ഞാൻ ഈ സെയിം ഇൻട്രോ തന്നെ കൊടുക്കാം, എന്നെ നാണം കെടുത്തരുത്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഓക്കേടാ.